ഒരു സിനിമാ കഥയെ വെല്ലുന്നതാണ് തൃശ്ശൂരിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയുടേത്. നിരപരാധിയായിരുന്നിട്ടും ലഹരി കേസിൽ കുടുങ്ങി 72 ദിവസമാണ് വിയൂർ സെൻട്രൽ ജയിലിൽ അവർ കഴിഞ്ഞത്. ചതിച്ചതോ വളരെ അടുത്തൊരു ബന്ധു. ഫ്ലവേഴ്സ് ഉരുകോടിയിൽ മത്സരാർത്ഥിയായി എത്തിയപ്പോൾ ഷീല സണ്ണി ഒരുപാട് വിവരങ്ങൾ പങ്കുവച്ചു. ആ വിവരങ്ങളൊക്കെ ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. മരുമകളുടെ സഹോദരി മറ്റൊരാളുടെ സഹായത്തോടെ അവരെ LSDയുടെ സ്റ്റാമ്പ് സ്കൂട്ടറിൽ കൊണ്ടുവച്ച് അവരെ ജയിലിലാക്കി. 72 ദിവസം കടന്നുപോയി. 72 ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ 72 യുഗം പോലെ തോന്നിച്ച ഷീല സണ്ണിയുടെ ആ ദിനരാത്രങ്ങളിലേക്ക് എന്നെ പിടിച്ച അന്ന് എനിക്ക് ഏജന്റ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായി. വിസ അല്ല, മദ്രാസ് വെച്ചിട്ട് എനിക്ക് ഇന്റർവ്യൂ ഉണ്ട്, മറ്റേ VFSL പോണം. അപ്പൊ ചേച്ചി ഞാൻ ഡേറ്റ് പറയാം, ചേച്ചി ഒരുങ്ങിയിരുന്നോളൂ പറഞ്ഞിട്ട് ആ പിടിച്ച അന്ന് ഈ ഓഫീസർമാര് വന്ന് കയറി ഇതൊക്കെ പരിശോധിക്കുമ്പോ അവരെന്റെ ഫോൺ അന്ന് ഞാൻ മെസ്സേജ് നോക്കിയപ്പോ ആ സമയത്ത് ആള് എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായി. ഇറ്റലിയിൽ ജോലിക്കായി രേഖകൾ സമർപ്പിച്ച സമയത്താണ് ഷീല സണ്ണിയുടെ ജീവിതം കീഴ്മേൽ മറിയുന്നത്. വാട്സാപ്പ് കോളിലൂടെ ഇരിങ്ങാലക്കുട സർക്കിൾ ഓഫീസിലാണ് ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ മാരകമരുന്നായ LSD ഉണ്ടെന്ന വ്യാജ കോളെത്തുന്നത്. തുടർന്ന് അറസ്റ്റ്, 72 ദിവസത്തെ ജയിൽവാസം. കെമിക്കൽ ലാബിൽ നടത്തിയ പരിശോധനയിൽ ലഹരി സ്റ്റാമ്പ് അല്ലെന്ന് തെളിഞ്ഞതോടെ ജയിൽ മോചനം. ഫ്ലവേഴ്സ് ഒരുകോടിയിൽ അതിഥിയായി എത്തിയപ്പോൾ താൻ നേരിട്ട തിരിച്ചടികളെല്ലാം പങ്കുവച്ചു ഷീല സണ്ണി. സിബ് ഉണ്ട്, ഉള്ളിലൊരു സിബിൻ്റെത്, അതിന്റെ മുകളിൽ ചെറിയൊരു ഓട്ടയുണ്ടായി. അപ്പൊ എന്നോട് ഓഫീസർ ചോദിച്ചത് എന്താ ഓട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓട്ടയൊന്നും ഇല്ലല്ലോ സാറേ, എന്റെ ബാഗ് നല്ല ബാഗാണ്. അപ്പൊ ആള് പറഞ്ഞു ഒരു സിസർ തരാൻ പറഞ്ഞു. അപ്പൊ ഞാനൊരു സിസർ എടുത്ത് കൊടുത്തപ്പോ ആ ഓട്ട ആളൊന്നും കൂടി വലുതാക്കി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കൈയിട്ടിട്ട് ഒരു ചെറിയ പേപ്പർ പൊതിമാതിരി എടുത്തു. എന്നിട്ടാണ് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ബില്ലൊക്കെ ആയിരിക്കും ഉള്ളിൽ പോയിരുന്നത്. അപ്പൊ ആളത് തുറന്നിട്ട് പറഞ്ഞു ഇതാണ് സ്റ്റാമ്പ്, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചോളൂ. ഷീലയെ കൊടുക്കാൻ എക്സൈസിനെ വഴിതെറ്റിച്ചയാൾ തൃപ്പൂണിത്തുറ എരൂർ സ്വദേശി നാരായണദാസ് ആണെന്ന് എക്സൈസ് ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. പരിപാടിക്കിടെ ഷീല പ്രതികളെന്ന് സംശയിക്കുന്നവരെക്കുറിച്ച് നൽകിയ സൂചന ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ കണ്ടെത്തലുകൾ. അപ്പൊ ഞാൻ ആ പെണ്ണിനോട് ചോദിച്ചു, മോളെ LDS എന്ന് പറഞ്ഞെങ്കിൽ എന്തിട്ടാണ് സ്റ്റാമ്പല്ല, ഇതെന്താ ചെയ്യാ? അപ്പൊ അവള് പറഞ്ഞു LDS അല്ല ചേച്ചി, LSD എന്നാണ് അതിന്റെ പേര്. ഇത് മയക്കമരുന്ന് നാക്കിന്റെ അടിയിൽ വെക്കുന്നതാണ്, ഇത് ഭയങ്കര പവറുള്ള സാധനമാണ്, ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് കിട്ടുക അതിനാണ് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഈ ബന്ധുവിന്റെ മേലെ സംശയം വന്നത്. ഈ ബാംഗ്ലൂരിലുള്ള യുവതിയാണ് തലേ ദിവസം ബന്ധുവാണ്. അവര് വീട്ടിൽ വന്നിരുന്നു. വീട്ടിൽ വന്നിരുന്നു. അതായത് അവർക്ക് ഇങ്ങനെ നിങ്ങളുടെ ഒരു വിഷമം തോന്നിയ സംഭവം ഉണ്ടായോ? ഇല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നിരപരാധിയെന്ന് ഉറപ്പുണ്ട്. എങ്കിലും ഇപ്പോഴും തുടർന്ന നിയമ പോരാട്ടത്തിന് പിന്നിൽ ഒന്നേയുള്ളൂ. ചിലരുടെയെങ്കിലും മനസ്സിൽ തെറ്റിദ്ധാരണയുണ്ട്. അത് മാറണം. തല ഉയർത്തി മുന്നോട്ടു പോകണം. ന്യൂസ് ഡെസ്ക് 24. യഥാർത്ഥത്തിൽ ഒരു നിരപരാധിയെ കേസിൽ കുടുക്കി 72 ദിവസം ജയിലിട്ട കഥയാണ് ഷീല സണ്ണി ഫ്ലവേഴ്സ് ഒരുകോടിയിൽ പങ്കുവച്ചത്. തന്നെ വ്യാജ മയക്കുമരുന്ന് കേസിൽപ്പെടുത്തിയതിന് പിന്നിൽ മരുമകളും അനുജത്തിയുമാണെന്ന് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണി 24നോട് തുറന്നു പറഞ്ഞു. അറസ്റ്റിലാകുന്നതിൻ്റെ തലേ ദിവസം ഇരുവരും തൻ്റെ സ്കൂട്ടർ ഉപയോഗിച്ചിരുന്നു. എന്തിനു വേണ്ടിയാണ് തന്നെ ചതിച്ചതെന്നുകൂടി തനിക്ക് അറിയണമെന്നാണ് ഷീല സണ്ണി ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഞാൻ ഇപ്പോഴുള്ളത് ചാലക്കുടിയിലെ ഷീല സണ്ണിയുടെ ഷീ സ്റ്റൈൽ ബ്യൂട്ടി പാർലറാണ് ഉള്ളത്. കഴിഞ്ഞ ഫെബ്രുവരി 27-നാണ് ഈ വ്യാജ LSD സ്റ്റാമ്പുമായി ഷീല സണ്ണി എക്സൈസിന്റെ കസ്റ്റഡിയിലാകുന്നത്. എന്തായാലും ആ കേസിൽ ഇപ്പോൾ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു. അന്ന് തെറ്റായ വിവരം നൽകിയത് തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസ് ആണ് എന്ന് എക്സൈസ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച വിവരം കോടതിക്ക് കൈമാറുകയും ചെയ്തു. പ്രതിയെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാണിച്ചുകൊണ്ട് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും പ്രതി നോട്ടീസ് കൈപ്പറ്റാൻ തയ്യാറായിട്ടില്ല. ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ഷീല സണ്ണി ചേരുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, അതായത് ഒരു വർഷമാകാൻ പോകുന്നു ഇപ്പോൾ ഈ സംഭവങ്ങൾക്ക് ശേഷം, അതിനുശേഷമാണ് ഒരു നീതി ലഭിച്ചു എന്ന് പറയാവുന്ന ഒരു തരത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് കാണുന്നത്? സന്തോഷമുണ്ട്. ഈ നാരായണദാസിനെ എനിക്കറിയില്ല, ആദ്യമായിട്ടാണ് ഞാൻ ഈ പേര് കേൾക്കുന്നതും. പിന്നെ വേറെ ആരോ വിളിച്ചു പറഞ്ഞു, അത് നമ്മൾ സംശയം പറഞ്ഞില്ല, ലിവ്യ, ആളുടെ കൂടെ താമസിക്കണ ഇവർ രണ്ടുപേരും ബാംഗ്ലൂരിൽ ഒരുമിച്ച് താമസിക്കുകയാണ്. അങ്ങനെയാണ് ഒരു ഡീറ്റെയിൽസ് അറിഞ്ഞത്. വേറെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയില്ല. ഒപ്പം നിന്ന കുടുംബാംഗങ്ങൾ തന്നെ ചതിച്ചു അല്ലേ? അതെ അതെ അതെ. നല്ല വിശ്വാസമായിരുന്നു അല്ലേ? നല്ല വിശ്വാസമായിരുന്നു. ഞാൻ അവർ പിടിച്ച സമയത്തും കൂടി എനിക്ക് ഇവരെ സംശയം ഉണ്ടായില്ല. നല്ല വിശ്വാസമായിരുന്നു. പിന്നെയാണ് വീട്ടുകാർക്ക്, പക്ഷെ ഹസ്ബൻഡിനും മരുമോനൊക്കെ ഇവളുടെ മേലെ തന്നെയായിരുന്നു സംശയം. പിന്നെയാണ് എനിക്ക് ജയിലിൽ പോയ പിന്നെയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യം, അങ്ങനെയാണ് എനിക്ക് സംശയം വന്നതും അവർ എക്സൈസ് ഓഫീസറോട് അത് കുറിച്ച് പറഞ്ഞതും
ഒക്കെ. അതായത് ഈ പിടികൂടുന്നതിന്റെ തലേദിവസം, അതായത് 26-ാം തീയതി നാരായണദാസ് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. ഇവിടെ നിന്നാണ് അദ്ദേഹം വിളിച്ചത് എന്നുള്ളതൊക്കെയാണ് കണ്ടെത്തൽ. ഈ പ്രതി വിളിച്ചു എന്നാണ് കണ്ടെത്തൽ. അപ്പൊ അന്ന് നമുക്ക് അങ്ങനെ സംശയമൊക്കെ തോന്നിയിരുന്നു ആരെങ്കിലും ഇവരുടെ പിന്നിലുണ്ടെന്നൊക്കെ? ഇല്ല ഇല്ല ഇല്ല, അന്നും ഒരു സംശയം തോന്നിട്ടില്ല. എന്നും വരുന്നമാതിരി അവർ വീട്ടിലേക്ക് വന്നു, ഭക്ഷണം കഴിച്ചു, എല്ലാം കഴിഞ്ഞിട്ടാണ് പോയത്. പക്ഷെ തലേ ദിവസം വീട്ടിലുണ്ടായിന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് മരുമോളും അനിയത്തിയും കൂടി കുറേ നേരം ഞങ്ങളുടെ വീട് കഴിഞ്ഞെങ്കിൽ പിന്നെ പാടാണ്, അവിടെ നിന്ന് കുറേ നേരം ഫോണിലും സംസാരിക്കുന്നുണ്ടായി. പിന്നെയാണ് അവർ വൈകിട്ട് എൻ്റെ വണ്ടിയും കൊണ്ട് ചാലക്കുടിയിലേക്ക് വന്നത്. എന്തായാലും ഇത്തരത്തിൽ തന്നെയാണ്. എന്തായാലും വൈകിയാണെങ്കിലും നീതി ലഭിച്ചതിന്റെ സന്തോഷം തന്നെയാണ് ഷീല സണ്ണിക്ക് പങ്കുവെക്കാനുള്ളത്. ഒപ്പം അന്വേഷണ സംഘത്തിനും ഏറെ പ്രതിസന്ധികൾ ഇനിയും മുന്നോട്ടുണ്ട്. കാരണം ഈ കേസിൽ ഈ മരുമകളുടെ അനിയത്തിയാണ് ഇതിൽ പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ള. അവരുടെ സുഹൃത്താണ് ഈ വിവരം, എക്സൈസിന് തെറ്റായ വിവരം കൈമാറിയത്. അങ്ങനെ ഏറെ തെളിവുകൾ കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം അതും എക്സൈസിനുണ്ട്. എന്തായാലും നീതി ലഭിക്കും എന്ന ഉറച്ച പ്രതീക്ഷയിൽ, അല്ലെങ്കിൽ ഒരു എടുത്തു പറയാവുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയതിന്റെ സന്തോഷത്തിലാണ് ഷീല സണ്ണി ഉള്ളത്. ചാലക്കുടിയിൽ നിന്നും സൂരജ് സജി, 24. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഷീല സണ്ണി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടല്ലോ. ഒരുപക്ഷെ അവർ അനുഭവിച്ചൊരു നീതികേട്, 72 ദിവസം ജയിൽവാസം, ആളുകളുടെ പരിഹാസം, ജനങ്ങളുടെ മുമ്പിൽ വല്ലാത്തൊരു കഥാപാത്രമായി രംഗപ്രവേശം ചെയ്യുക, മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന കച്ചവടക്കാരി, ഇങ്ങനെ എന്തെല്ലാം പേരുദോഷമാണ് ഈ പാവപ്പെട്ട ഈ ഷീല സണ്ണിയുടെ ജീവിതത്തിൽ ഉണ്ടായത്. സ്വന്തമായിട്ട് കരിപിടിപ്പിക്കാൻ ശ്രമിച്ച ഒരു ചെറിയ വ്യവസായമായിരുന്നു അവരുടെ ബ്യൂട്ടി പാർലർ, അതുപോലും തകർന്ന തരിപ്പണമായി. അപ്പോൾ കുടുംബം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും കൺമുന്നിൽ തകർന്നടിയുന്നതിന് സാക്ഷ്യം വഹിച്ച ആളുകൂടിയായിരുന്നു ഈ ചാലക്കുടിയിലെ ഷീല സണ്ണി.